ചേച്ചിമാർക്കൊക്കെ സാധാരണയായിട്ട് ചേട്ടന്മാരുടെ ഈ കാര്യങ്ങളൊന്നും നോക്കാനായിട്ട് സമയമൊന്നുമില്ല, ശരിയല്ലേ? ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുക, ചേച്ചിമാരോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അവര് പെട്ടെന്ന് പറഞ്ഞു വെക്കും, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സാ സി സോ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സായാണ്, സിയാണ്, സോയാണ്. എന്താണ് ഈ സാ? സാ എന്ന് വെച്ചാല് സാരി, സി എന്ന് വെച്ചാല് സീരിയൽ, സോ എന്ന് വെച്ചാല് സ്വർണം. ചേച്ചിമാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇത് മൂന്ന് ഉണ്ടെങ്കിൽ പിന്നെ അവര് നന്നായിട്ടൊക്കെ പുഞ്ചിരിച്ച് നല്ല പൊട്ടൊക്കെ വെച്ച് നല്ല പട്ടു സാരിയൊക്കെ ഉടുത്ത് അല്ലെങ്കിൽ നരച്ച മുടിയാണെങ്കിൽ ഒന്ന് കറുപ്പിച്ച് അവര് സുന്ദരിയായിട്ട് അവര് നടക്കും. ഇനി ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാരോട് ചോദിക്കണം, നിങ്ങൾക്ക് എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞു വെക്കും, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കായാണ്, കൂയാണ്. എന്താണ് ഈ കായും കൂയും? കായും കൂയും എന്ന് വെച്ചാൽ കള്ളും കുപ്പിയും ഒക്കെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എവിടെയൊക്കെ കുപ്പിയുണ്ടോ അവിടെയൊക്കെ ഇവരെ പലരും കാണാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ഇനി നിങ്ങളുടെ വീട്ടിലെ അല്പം മുതിർന്നവരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള മക്കളോട് ചോദിക്കണം, എന്താ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞു വെക്കും, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മോയാണ്, പിയാണ്. എന്താണ് ഈ മോ? മോ എന്ന് വെച്ചാൽ മൊബൈല്, ഡി എന്ന് വെച്ചാൽ ഡിയറെ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് യുവാക്കൾക്ക് ഇനി ഒന്നും വേണ്ട. നിങ്ങളുടെ വീട്ടിലെ ഇന്ന് സ്കൂളിൽ പോയിരിക്കുന്ന നല്ല കൊച്ചും മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ഉണ്ടായല്ലോ, അവരോട് ചോദിക്കണം. അപ്പോൾ അവര് പറഞ്ഞു വെക്കും, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാ ആണ്, കോ ആണ്. എന്താണ് ഈ കാ? കാർട്ടൂൺ നെറ്റ്വർക്കും കൊച്ചു ടിവിയുമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് നമ്മുടെയൊക്കെ വീട്ടിലെ കൊച്ചു മിടുക്കന്മാരും മിടുക്കിമാരും ഒക്കെ പറയും. ചേച്ചിമാരുടെ വഴി, ചേട്ടന്മാരുടെ വഴി, മക്കളുടെ വഴിയെ എല്ലാരും അവരുടേതായിട്ടുള്ള ലോകത്തില് അറിയാതെ പോകുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മുടെയൊക്കെ കാലഘട്ടത്തില് നിസ്സംഗതയുടെ അടുത്തുള്ളവരെ അടുത്തിരുത്താനായിട്ട് നമുക്ക് സാധിക്കുക? ദിവികാരുടെ ഈശോയ്ക്ക്. അതുകൊണ്ട് നാമൊക്കെ ഓർക്കേണ്ടതായിട്ടുള്ള ഇങ്ങനെ അവരുടേതായിട്ടുള്ള തലത്തിൽ മാത്രം ജീവിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അടുത്തുള്ളവരെ അടുത്ത് പിടിച്ചിരുത്താനായിട്ട് നമുക്ക് സാധിക്കത്തില്ല, അടുത്തുള്ളവരെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ഏറ്റുമാനൂര് CI കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. എന്താണെന്നറിയാമോ? ആധുനിക കാലഘട്ടത്തില് ഏറ്റവും അധികം ആത്മഹത്യാ പ്രവണതയിൽ നിൽക്കുന്നത് പുരുഷന്മാരാണ് എന്നാ പറഞ്ഞത്. ആത്മഹത്യ മുൻപിൽ നിൽക്കുന്നത് പുരുഷന്മാരാണെന്നാ പറഞ്ഞത്. കാരണം എന്താണെന്നറിയാമോ? അവരെ കേൾക്കാനായിട്ട് ആരുമില്ല. ഭാര്യയെ കേൾക്കാനായിട്ട് ഭർത്താവുണ്ട്, മക്കളെ കേൾക്കാനായിട്ട് മാതാപിതാക്കളുണ്ട്. പക്ഷെ ചേട്ടത്തിമാര് ഒരിക്കലും ചേട്ടന്മാരെ കേൾക്കാനായിട്ട് ചെവി കൊടുക്കാറില്ല. കാരണം ഞാനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു വെക്കാം. ചേട്ടന്മാര് പലപ്പോഴും വിവാഹം കഴിക്കുന്നത് എന്തായിരിക്കും? പൂമുഖവാതുക്കൾ സ്നേഹം തുളുമ്പുന്ന പുന്തിങ്കളാകുന്നു ഭാര്യ. പണ്ട് എവിടെയോ വെച്ചു കേട്ട ഒരു സിനിമാ ഗാനത്തിന്റെ ഒരു മനോഹാരിതയൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായതിന്റെ ഫലമായിട്ടായിരിക്കാം ചിലപ്പോൾ അവര് എന്ത് സംഭവിച്ചത്? അവര് വിവാഹത്തിലേക്ക് കടന്നു വന്നത്. വിവാഹത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് അവർ കടന്നു വരുമ്പോൾ അവർ പെട്ടെന്ന് ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. എന്താണെന്നറിയാമോ? ഇതാ അതിൽ തുറക്കുമ്പോഴേ ഒരു ഗ്ലാസ് ചായയുമായിട്ട് നിൽക്കുന്ന ചേച്ചിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ചേട്ടൻ വീട്ടിലേക്ക് കടന്നു വരുന്നു. ഇതാ ചായ പ്രതീക്ഷിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ചേട്ടത്തി കടന്നു വരികയാണെന്ന് ചായയ്ക്ക് പകരം കയ്യിൽ ഒരു റിമോട്ട് കൺട്രോളുമായിട്ട് കടന്നു വരുമ്പോൾ എങ്ങനെയാ ചേട്ടന്മാർക്ക് സന്തോഷിക്കാനും ജീവിതത്തിന്റെ ദുഃഖങ്ങളും വിഷമതകളും ഒക്കെ പറയാനായിട്ടും സാധിക്കുന്നത്? കാരണം 6:30 മുതൽ 10:30 വരെ ചന്ദനമഴകളും പരസ്പരങ്ങളും ഒക്കെ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ ചേട്ടന്മാരുടെ സ്നേഹത്തിന്റെ പരസ്പര ചിന്തകൾ കേൾക്കാനോ ചേട്ടന്മാരുടെ ചന്ദനത്തിന്റെ സ്നേഹമാകുന്ന മഴ അവരുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കാനാവുന്നു പലപ്പോഴും ചേട്ടത്തിമാർക്ക് സമയമില്ല. അവരെ കേൾക്കാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല. നിങ്ങൾ എന്തെടുത്തുകൊണ്ടിരിക്കുകയാണ്? അടുത്തുള്ളവരെ നിങ്ങൾ അകലെ ആക്കിക്കൊണ്ടിരിക്കുന്നു. നിസ്സംഗതയുടെ ഒരു മനോഭാവമായിട്ട് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു പാപം. കാരണം ഞാൻ പറഞ്ഞു വെക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ചിന്തയുണ്ട്. എന്താണെന്നറിയാമോ? ഇന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീജനങ്ങളുടെ മദ്യപാനമാണെന്ന് സീരിയൽ. ഒരു മാറ്റവുമില്ല. സ്ത്രീകളുടെ മദ്യപാനമാണെന്ന് സീരിയൽ. നിങ്ങൾ ചേട്ടന്മാർ ഒരു ദിവസം ചോദിച്ചു നോക്ക്, ഇന്നത്തെ സീരിയൽ കാണാതെ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് നിങ്ങളോട് പോലും ദേഷ്യമായിരിക്കും.
കറണ്ട് പോയാൽ പിന്നെ അവർക്ക് പിന്നെ ഇരിക്കപ്പുറതയില്ല. അടുത്താളെ വിളിച്ച് ചോദിക്കും, എടീ ആ സീരിയല്, ആ പരസ്പരത്തില്, ആ സംഭവത്തില് എന്നാ സംഭവിച്ചു അല്ലേ? ഉടനെ വിളിച്ച് ചോദിക്കും. കാരണം അത് പറഞ്ഞത് സ്ത്രീജനങ്ങളുടെ ഒരു മദ്യപാനമായിട്ട് പലപ്പോഴും ഈ സീരിയലൊക്കെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ചേട്ടന്മാരെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പലപ്പോഴും ഇവരെ അടുത്തറിയുന്നില്ല. ഒരു നിസ്സംഗതയുടെ മനോഭാവം നിങ്ങളുടെ ജീവിതങ്ങളിലുമുണ്ട്. എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ചേച്ചിമാരൊക്കെ നിങ്ങളുടെയൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് വരും, ശരിയല്ലേ? അടുത്ത് വന്നിട്ട് ചേച്ചിമാര് നിങ്ങളോട് പറയുമെന്താ, അല്പം ചോറ്, അല്പം കൂടെ ചാര കഴിക്കാൻ, അല്പം കൂടി ഇറച്ചിക്കറി ഇടട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ കോരി വാരി നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും ചേട്ടന്മാരെന്തെടുക്കും? കേട്ട പാതി കേൾക്കാത്ത പാതി അത് മുഴുവൻ വെട്ടി വിഴുങ്ങിയിട്ട് നിങ്ങൾ അങ്ങ് ഇറങ്ങിപ്പോകും. കൈയും കഴുകി തുടച്ച് വീണ്ടും പത്രവായനയുമായിട്ട് ഉമ്മറത്ത് ഇങ്ങനെ കാലിന്മേൽ കാലും വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഇരിക്കും. അതിന് പകരം നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ മതി, എടി നീ ഇന്നുണ്ടാക്കിയിരിക്കുന്ന ഇറച്ചിക്കറി സൂപ്പറാ, ബീഫ് കറി സൂപ്പർ, നീ ഉടുത്തിരിക്കുന്ന സാരി നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, അല്ലെങ്കിൽ നീ ഇന്നുണ്ടാക്കിയിരിക്കുന്ന ചായ നല്ല കടുപ്പമാണ്, ഇത് കൊള്ളാലോ, ഇന്ന് എന്നാണ് ഇത്ര വലിയ പ്രത്യേകത, ഇന്ന് നമ്മുടെ വിവാഹ വാർഷികം വല്ലതും ആണോ? ഇങ്ങനൊരു നല്ല വാക്ക് അറിയാതെ പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവരെ കൊണ്ട് ജീവിതത്തിൽ ഒരു ശല്യവും ഉണ്ടാകത്തില്ല. ജീവിതത്തില് നിങ്ങൾക്ക് ഇവരെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാകത്തില്ല. കാരണം എന്നാ ഞാൻ പറഞ്ഞത്, നിസ്സംഗതയുടെ മനോഭാവങ്ങൾ. അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വെറുതെ ഇറങ്ങിപ്പോയാലും അത് നിസ്സംഗത. അതിന് പകരം ഒരു നല്ല വാക്ക് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷമേ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം എന്താ? ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത് പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതും, അതോടൊപ്പം തന്നെ സ്നേഹത്തോടെ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത് നാം കൊടുക്കേണ്ടത് നാം കൊടുക്കുന്നില്ല എന്നുള്ളതുമാണ്. ദിവികാരുണ്യ ഈശോയ്ക്ക്. അപ്പോൾ നിസ്സംഗതയുടെ മനോഭാവങ്ങള് നാം നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റിക്കളയണം. നിസ്സംഗതയുടെ അപ്പോൾ വളരെ മനോഹരമായിട്ട് നാം ഓർക്കണം, ജീവിതത്തില് നിസ്സംഗത മാറ്റിക്കളയുമ്പോഴാണ് എന്റെ ജീവിതത്തില് ശക്തമായിട്ട് ദൈവത്തിന്റെ ഇടപെടൽ എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിന്റെ അടുത്തുള്ളവരെ അടുത്തിരുത്താനായിട്ട് എനിക്ക് സാധിക്കണം. എന്റെ ജീവിതത്തില് അടുത്തുള്ളവരെ അടുത്തിരുത്താനായിട്ട് എനിക്ക് സാധിക്കണം. യേശു ക്രിസ്തു എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത് വചനത്തിലൊക്കെ നാം കണ്ടുമുട്ടുന്നുണ്ട് അല്ലെ? തന്റെ മക്കളായിട്ട് കാണുന്നവരെയെല്ലാം ഇങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ടുള്ള ഒരു ഓട്ടമാണല്ലേ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും. പിതാവായ ദൈവമാണെങ്കിൽ ആദ്യം തൊട്ട് അല്ലേ, ആദവും ഹവ്വായുടെ ചരിത്രം തൊട്ട് പുറകെ ഓടുകയാ, വേട്ടപ്പട്ടിയെ പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എടാ നിക്കടാ അവിടെ, നിക്കടി എവിടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദൈവം ഓടിക്കൊണ്ടിരിക്കുകയാ. ഒന്ന് നിൽക്കാമോ, ഞാൻ നിന്നെ ഒന്ന് സ്നേഹിച്ചോട്ടെ, നീ ഒന്ന് നിൽക്കാമോ, ഞാൻ നിന്നെ ഒന്ന് സ്നേഹിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ദൈവം എന്റെ പുറകെ ഇങ്ങനെ ഓടി ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു നിസ്സംഗതയൊക്കെ മാറ്റി അടുത്തുള്ളവരെ അടുത്തിരുത്താനായിട്ട് ഉള്ള ഒരു തത്രപ്പാട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദിവികാരുണ്യ ഈശോയ്ക്ക് നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരങ്ങളൊക്കെ അടിച്ചടിച്ച് മനോഹരമായ ഒരു പാട്ടുപാടി ഗാനം ആലപിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ അടിച്ചുകൊണ്ട്
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്കിരിക്കാം. നിസ്സംഗതയുടെ കുറവുകളൊക്കെ മാറ്റി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമതായിട്ട് അഴുക്കിൽ നിന്നും അഴകിലേക്ക് ദൈവമാകുന്ന ദിവ്യകാരുണ്യമാകുന്ന കണ്ണാടിയുടെ മുന്നിൽ എന്റെ ജീവിതത്തെ കൊണ്ട് നിർത്തി ഞാൻ എന്റെ ജീവിതത്തെ ചിന്തിക്കുമ്പോൾ ഓർക്കേണ്ടതായിട്ടുള്ള മറ്റ് ഒന്ന് ഉള്ളത്, ഉടമ നഷ്ടപ്പെട്ടു പോയ ഒരു നായ എന്നുള്ള ഒരു ചിന്തയാണ്. ഉടമ നഷ്ടപ്പെട്ടു പോയ ഫുഡ് ജീഷ്യൻ ഉപയോഗിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പദമാണ് ഉടമ നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ ഉടമയെ വിട്ടുപോയ ഒരു നായ. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മുടെയൊക്കെ വീട്ടില് നമ്മൾ സ്നേഹിച്ച് പരിപാലിച്ച് വളർത്തുന്ന ഒരു നായക്കുട്ടി വീട്ടില് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ കൂട്ടിലൊക്കെ ഇട്ട് അതിന് നല്ല എല്ലും ചോറും അല്ലെങ്കിൽ നല്ല ചവും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് നമ്മൾ അതിനെ വളർത്തണം. അത് ഒരു ദിവസം ഇപ്പോഴും ഓർക്കുകയാണ്, നിങ്ങളുടെ കൂടൊക്കെ തുറന്നു കിടക്കുന്നു, അത് എങ്ങോട്ടേക്ക് ഓടിപ്പോയി, പുറത്തേക്ക് എവിടേക്ക് ഓടിപ്പോയി. പുറത്ത് അത് ആയി കഴിയുമ്പോൾ പെട്ടെന്ന് സംഭവിക്കുന്നത് എന്താണ്? കൂടെ നടക്കുന്ന ചാവാലി പട്ടികളൊക്കെ എന്തെടുക്കും? ഈ നമ്മളൊക്കെ വളരെ പ്രിയപ്പെട്ടതായിട്ട് കൊണ്ടു നടന്ന ഈ പട്ടിക്കുട്ടിയെ കയറി കടിക്കും. ചിലപ്പോൾ കുറച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ചാവാലി പട്ടിയുടെ ഒരു ഗണത്തിലേക്ക് ആരും മാറും, ഈ നായക്കുട്ടിയും മാറും. കുറച്ചു കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? അത് ഒരു പേപ്പട്ടിയായിട്ട് അറിയാതെ മാറും. പിന്നീട് എന്ത് സംഭവിക്കും? ആ പേപ്പട്ടി പോയി ആരെയെങ്കിലും ഒക്കെ കടിച്ചാല് അത് ആർക്കാണോ കടി കിട്ടുന്നത് അവർക്ക് പേയിളകും. അങ്ങനെ ആകപ്പാടെ പ്രശ്നമാണ്. ദൈവത്തെ നഷ്ടപ്പെട്ട് ഒരു വ്യക്തി ജീവിക്കുന്ന അവസ്ഥയാണെന്ന് ഉടമയെ വിട്ടുപോകുന്ന